ബേസിൽ ജോസഫ് നസ്രിയ കോംബോ മലയാളത്തിന് പരിചയപ്പെടുത്തിയ സിനിമയാണ് സൂക്ഷ്മദർശിനി. സിനിമയുടെ പേര് പോലെ തന്നെയാണ് സിനിമയുടെ കഥാപശ്ചാത്തലവും. MC ജിതിൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു മിസ്റ്ററി ത്രില്ലർ ആയിരുന്നു. 3 അയൽപക്കക്കാരായ സ്ത്രീകൾ നടത്തുന്ന അന്വേഷണത്തിലൂടെയാണ് സിനിമ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പ്രിയദർശിനി എന്ന നായിക കഥാപാത്രത്തെയാണ് നസ്രിയ അവതരിപ്പിക്കുന്നത്. അവരുടെ വീടിനടുത്ത് ഒരു പുതിയ താമസക്കാരനായ മാനുവൽ വരുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. മാനുവൽ എന്ന ബേസിലിന്റെ ക്യാരക്ടർ ഒരു ഗ്രേ ഷെയ്ഡ് ആണെന്നതാണ് മറ്റൊരു പ്രത്യേകത. കോമഡി രംഗങ്ങളിൽ വന്ന് നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച ബേസിലിന്റെ വേറിട്ടൊരു മുഖമായിരിക്കും ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. സമീർ താഹിർ, ഷൈജു ഖാലിദ്, AV അനൂപ് എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രേക്ഷകരെ കൺഫ്യൂസിംഗ് ആകുന്ന പല കാര്യങ്ങളും സിനിമയിലുണ്ട്. കഥയുടെ അവസാനമായിരിക്കും അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയുന്നത്. മെറിൻ ഫിലിപ്പ്, അഖില ഭാർഗവൻ, പൂജ മോഹൻദാസ്, ദീപക് പരമ്പോൾ, സിദ്ധാർത്ഥ്, രമേശ് കോട്ടയം എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ സീനും ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് നൽകിയിരിക്കുന്നത്. സിനിമയിൽ മാനുവലിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പ്രിയദർശിനിയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഈ പേരും വന്നത്. ട്വിസ്റ്റ് നിറഞ്ഞ സീനുകളാണ് ചിത്രത്തിൽ അധികവും. എടുത്തു പറയേണ്ടത് അവരവരുടെ റോളുകൾ എല്ലാവരും ഗംഭീരമാക്കി എന്നതാണ്. ലിബിൻ TB, അതുൽ രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. സിനിമയിലിടയ്ക്ക് പ്രേക്ഷകർ കാണുന്ന പല വസ്തുക്കളും കണക്ട് ആകുന്നത് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ്. ആദ്യമൊക്കെ നസ്രിയയുടെ കഥാപാത്രം ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടുന്നുവെന്ന് തോന്നുമെങ്കിലും എന്നാൽ ആ കഥാപാത്രത്തിലൂടെയാണ് സിനിമയിലെ പല രഹസ്യങ്ങളും പുറത്തു വരുന്നു എന്നതാണ് സത്യം. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ ദുരൂഹ മന്ദഹാസം എന്ന പാട്ടും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ക്രിസ്റ്റോ സേവ്യറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. സ്റ്റോറിയിലെ ഡീറ്റെയിലിംഗ് ഒക്കെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ രഹസ്യം കണ്ടുപിടിക്കാനുള്ള യാത്രയിൽ പ്രിയദർശിനിയെ സഹായിച്ച സുലു, അസ്മ എന്നീ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മാനുവലിനെ കണ്ടാൽ ആർക്കും സംശയമൊന്നും തോന്നില്ല. എന്നാൽ പ്രിയദർശിനിക്ക് തോന്നിയിട്ടുണ്ടാകണം. പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ആ രഹസ്യത്തെ തേടിയുള്ള യാത്രയിലായിരുന്നു അവർ. ഒട്ടും ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി. കോമഡി മൂവി പ്രതീക്ഷിച്ച് തിയേറ്ററിലെത്തിയ പ്രേക്ഷകരും ഞെട്ടിയിരുന്നു. സസ്പെൻസ് നിറഞ്ഞ കഥയും കഥാപാത്രങ്ങളോടൊപ്പം പ്രേക്ഷകരും സഞ്ചരിക്കുന്ന ഫീൽ കിട്ടും എന്നതാണ് ചിത്രത്തിനെ പറ്റി എടുത്തു പറയേണ്ടത്. സിനിമയുടെ അവസാന ഭാഗം എത്തുമ്പോൾ പ്രേക്ഷകരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകും. അത് സിനിമ കണ്ടതിന്റെ സംതൃപ്തിയാണോ അതോ അവസാന ഭാഗം കണ്ടതിന്റെ ഇമ്പാക്റ്റ് ആണോ എന്നത് വ്യക്തമല്ല. എങ്കിലും സൂക്ഷ്മദർശിനി മികച്ച ഒരു മിസ്റ്ററി ത്രില്ലർ എന്ന് തന്നെ പറയാം. പ്രേക്ഷക സ്വീകാര്യതയോടെ മികച്ച കളക്ഷൻ നേടി വിജയക്കുതിപ്പ് തുടരുകയാണ് ഈ സൂക്ഷ്മദർശിനി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.